ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. DC മൂവിയുടെ 4-ാം ദിനത്തെ അല്ലെങ്കിൽ 4 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏറെക്കുറെ 50 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 9 കോടി 68 ലക്ഷം രൂപ നേടിയപ്പോൾ കേരളത്തിൽ നിന്ന് 5 കോടി 55 ലക്ഷം രൂപ നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. തെലങ്കാനയിൽ നിന്ന് 5 കോടി 38 ലക്ഷം രൂപ നേടിയപ്പോൾ കർണാടകത്തിൽ നിന്ന് 3 കോടി 45 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. ആന്ധ്രയിൽ നിന്ന് 3 കോടി 5 ലക്ഷം രൂപ നേടിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 55 ലക്ഷം, ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി 29 കോടി 66 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഓവർസീസിൽ നിന്ന് 14 കോടി 12 ലക്ഷം രൂപ നേടിയപ്പോൾ 43.78 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് മികച്ച ഒരു രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടക്കം ഇന്ന് മികച്ച കളക്ഷനാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 30 കോടി ക്ലബിലേക്ക് കയറാൻ കഴിയും ഇന്നത്തോടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഫൈനലായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് 1 കോടി 47 ലക്ഷം രൂപയാണ്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സമാനമായ രീതിയിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ്. അതൊരു അത്ഭുതകരമായ വളർച്ച എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ ഒരു ഇടിവ് വരേണ്ടടുത്ത് സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ നേടുന്നു. ഇന്നലെ 1 കോടി 70 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടിയ ചിത്രം ഇന്ന് 1 കോടി 85 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക്. വിശ്വനാഥ് സൺസ് സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ പ്രീസെയിൽ റെക്കോർഡ് കളക്ഷനാണ് വരുന്നത്. മാഡ്നസ് ഹാസ് സ്റ്റാർട്ടഡ് എന്ന് തന്നെ പറയാം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2 കോടി 70 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രീസെയിലൂടെ. ഈ ഒരു നിമിഷം ഒരുപക്ഷെ 3 കോടി കടന്നിട്ടുണ്ടാകാം. 2 മണിക്കൂറിന് മുമ്പ് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകളിൽ അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. വെറും 75 ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിന് കൂടുതൽ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം വിജയുടെ ഒരു വമ്പൻ വിജയ ചിത്രത്തിന് ശേഷം വീണ്ടും അടുത്ത ചിത്രം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് തമിഴ് ഇൻഡസ്ട്രിയെ മാത്രമല്ല മലയാളത്തിലും ഏറെ പ്രേക്ഷകരുള്ള സൂര്യയുടെ ഒരു വമ്പൻ അടുത്ത വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ബുക്കിംഗ് ഒക്കെ ഭീകരമായിട്ട് തന്നെ വരുന്നു. മണിക്കൂറിൽ 31,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോകുന്നതായ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നു. എന്തായാലും അടുത്ത ദിവസത്തേക്ക് നമുക്ക് സിനിമയുടെ യഥാർത്ഥ പ്രീസെയിൽ നമുക്ക് നോക്കാം. തെലുങ്കിലേക്ക് സിനിമയുടെ ബ്രേക്ക് ഈവനായി പറയുന്നത് 20 കോടിയാണ്. 41 കോടി ഓളം ഗ്രോസ് കിട്ടണം. അത്രത്തോളം വലിയ തുകയ്ക്കാണ് സിനിമ വിറ്റുപോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. ഓഗസ്റ്റ് 14-നാണ് സിനിമ റിലീസിന് എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഗംഭീര പ്രൊമോഷനാണ് ഐ ആം ഗെയിമിന് ഉള്ളത്. ഐ ആം ഗെയിം എന്നുള്ള ചിത്രത്തിന് കിക്ക് ഓഫ് തുടങ്ങുകയാണ് ഓസ്ട്രേലിയയിൽ. ഓഗസ്റ്റ് 11 മണി മോർണിംഗിൽ ദുൽഖർ എത്തുന്നു ഓസ്ട്രേലിയയിൽ എന്നുള്ള മെൽബണിൽ എത്തുന്നു. ആർ യു റെഡി എന്ന് ചോദിച്ചിരിക്കുന്നു. എന്താണ് ഇക്കുറി വമ്പൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നു. കൊച്ചിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഐ ആം ഗെയിം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു 20-ാം തീയതി, അതായത് ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ, 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓണച്ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പ്രമോഷൻ നേടിയെടുത്തിരിക്കുന്ന ചിത്രം ഐ ആം ഗെയിമാണ്. ഒരു ഹെവി പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡസ്ട്രിയിൽ മറ്റൊരു ഗംഭീരമായിട്ടുള്ള 300 കോടി തൂക്ക് നമുക്ക് കാണാൻ കഴിയും. ഓണച്ചിത്രമായി എത്തുന്ന ഖലീഫയുടെ ജൂക്ക് ബോക്സ് ടുനൈറ്റ് 12 AM എത്തുന്നു എന്നുള്ള പുത്തൻ അപ്ഡേറ്റുകളാണ് വരുന്നത്. എന്തായാലും ഇക്കുറി പൃഥ്വിരാജും അതിഗംഭീരമായിട്ടുള്ള വിരുന്നൊരുക്കുമെന്നുള്ളതാണ് ഖലീഫയിലൂടെ എത്തിക്കാൻ പോകുന്നത്. മോഹൻലാൽ ഒരു കേന്ദ്ര കഥാപാത്രമായി അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളായി ഇതിനകത്തിൽ എത്തുന്നു എന്നുള്ളതും ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇക്കുറി മത്സരം കടുക്കും ഒന്നാണ് ഉറപ്പിക്കുന്നത് ദുൽഖറും. അതായത് യൂത്ത് നിര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അതായത് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെയുള്ള യൂത്ത് നിര എന്ന് ഇവിടെ വിശേഷിപ്പിക്കാവുന്ന ദുൽഖറും പൃഥ്വിരാജും നിവിൻ പോളിയും അല്ലെങ്കിൽ മത്സരിക്കുന്ന ഓണക്കാലമാകുന്നു. കാരക്കുടിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ 9ാമത് ചിത്രം. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്. എന്തായാലും ഒരു ഗംഭീര സിനിമയായിരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒരു അടിപൊളി ആയിട്ടുള്ള ആക്ഷൻ കോമഡി എൻ്റർടൈനർ നാടൻ പടം എന്നുള്ളതാണ് പറയുന്നത്.